നാട്ടുകാർ പിടിച്ച് സാറിന്റെ കൈ കൊണ്ട് തന്ന പ്രതിയെ വിട്ടയച്ചിട്ട് അപ്പോൾ എന്റെ പറഞ്ഞു ഒരു പ്രതിയെ പിടിച്ച് നാട്ടുകാർ കൂടെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ അനിയത്തി അന്ന് മരിച്ചിട്ടില്ല. ചിഞ്ചുറാണി എന്ന മന്ത്രി അവരിന്ന് 14 ദിവസമായി ഇന്നലെ എന്റെ അനിയത്തി മരിച്ചില്ല. അവർ ചായക്കോട്ടാണ് താമസിക്കുന്നത്. നടന്നാലും ഇവിടെ വരാം. നമ്മൾ വരും എന്ന് പറയുന്ന അവർ വന്നില്ല. 29 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ജീവന് വില അവർ ഇന്ന് വില കഴിപ്പിച്ചിട്ടില്ല. ഇന്നലെ നമ്മൾ പ്രതികരിച്ചതിന് 50 പേർക്ക് ഏറിയതിൽ അവർ കേസ് കൊടുത്തിരിക്കും. 50 പേരല്ല 1000 പേർക്ക് അവർ ഇനി കൊടുക്കേണ്ടി വരും. നമസ്കാരം. ഒരു അപകടം ഉണ്ടാകുന്നത് അതിനെ നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എങ്കിൽ പോലും ആ അപകടത്തിൽ ഉണ്ടാകുന്ന നിയമ നടപടികൾ, അതിലുള്ള വീഴ്ചകൾ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കിളിമാരിൽ നിന്നുള്ള വലിയൊരു പ്രതിഷേധമാണ് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയത്. അതായത് അംബികയും അവരുടെ ഭർത്താവും കൂടെ യാത്ര പോകുമ്പോൾ അതിനിടയിൽ അപകടം സംഭവിക്കുന്നു. ഒരു കാർ വന്ന് ഇടിച്ചതിന് ശേഷം അംബികയുടെ മരണത്തിന് കാരണമാകുന്നു. കഴിഞ്ഞ ദിവസം ഭർത്താവും രഞ്ജിത്തും മരണപ്പെടുന്ന ഒരു വാർത്ത പുറത്തു വന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമല്ലേ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ ദുരൂഹമായി മാറുന്നത് ഈ യുവാവ് മരണപ്പെട്ടതിന്റെ മണിക്കൂറുകൾക്ക് ശേഷം ഈ താറ്, അതായത് ഈ രണ്ടുപേരുടെയും മരണത്തിന് കാരണമായിട്ടുള്ള താറ് കത്തിപ്പോകുന്നു, അല്ലെങ്കിൽ അത് കത്തിച്ചിരിക്കുന്നു എന്നുള്ള വിഷയമാണ്. പോലീസിന് ഏറ്റവും വലിയ തൊണ്ടി മുതലായി പോലീസിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന വാഹനം എങ്ങനെയാണ് കത്തിയത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. പോലീസ് സംവിധാനങ്ങൾ ഈ പറയുന്ന കാർ ഉടമയെ അല്ലെങ്കിൽ ഈ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധമാണ് കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുൻവശത്ത് വെച്ച് നടന്നത്. ജനുവരി 3-നാണ് വളരെ സ്വാഭാവികമെന്ന് തോന്നുന്ന തരത്തിൽ ഒരു റോഡപകടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം പാപ്പാലയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. അതായത് 2 പേർ ചേർന്നുകൊണ്ടുള്ള ഒരു ഇരുചക്ര വാഹനത്തിലെ യാത്ര, അതിൽ യാത്ര തുടരുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു താറ് വന്ന് ഈ വാഹനത്തിൽ ഇടിക്കുന്നു. പക്ഷെ അവിടെ മുതലാണ് പ്രശ്നങ്ങൾ തുടരുന്നത്. വാഹനം ഒന്ന് അപകടത്തിൽ പെട്ടു എന്നതിനേക്കാൾ ഉപരി ഈ താർ നിർത്താതെ മുന്നോട്ട് പോകുകയും അത്തരത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നതും തുടങ്ങിയിട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഈ അപകടത്തിൽ പരിക്കേറ്റിരുന്ന ഈ യുവതിയുടെ ഭർത്താവും മരണപ്പെടുകയും ചെയ്തു. എന്തായാലും സംഭവ സമയത്ത് ഇത്തരത്തിൽ വാഹനം നിർത്താതെ പോയതിനെ തുടർന്ന് നാട്ടുകാരടക്കം ഈ വാഹനത്തെ പിന്തുടർന്ന് പിടിക്കുകയും ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരാളെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചത് ഇയാളെ പോലീസ് വെറുതെ വിട്ടു എന്നുള്ള, അല്ലെങ്കിൽ ജാമ്യം കൊടുത്തു എന്ന തരത്തിലാണ്. അപ്പോൾ അവിടെ മുതലാണ് നാട്ടുകാർക്ക് ഈ വിഷയത്തിൽ സംശയങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് 3ഓളം ആളുകളാണ് ഈ അപകടമുണ്ടായ സമയത്ത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ഒരാളെ മാത്രമേ പോലീസിന് ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നത് വലിയ രീതിയിൽ സംശയത്തിന് വഴിയൊരുക്കി. അതേപോലെ തന്നെ പോലീസിന്റെ സ്റ്റേഷന് ഒരുപാട് ദൂരേക്കായിട്ടാണ് ഈ തെളിവായിട്ടുള്ള, അതായത് അപകടമുണ്ടായപ്പോൾ അപകടത്തിൽ മരണപ്പെട്ട 2 പേരുടെയും ബ്ലഡ് സ്റ്റെയിൻ ഉള്ള വാഹനം പോലീസ് സ്റ്റേഷനിൽ നിന്നും കുറച്ചകലെയാണ് പാർക്ക് ചെയ്തിരുന്നത്. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഏരിയയില് ഈ വാഹനം പാർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം യുവാവ് കൂടെ മരണപ്പെട്ടതോടുകൂടെ പെട്ടെന്ന് തെളിവ് എന്ന് പറയാനുള്ള വാഹനവും കത്തി നശിച്ചു എന്നുള്ളതാണ് കാണാൻ സാധിച്ചത്. അതായത് ഈ കേസിൽ നിർണായകമായിട്ടുള്ള തെളിവായിട്ടുള്ള ബ്ലഡ് സ്റ്റെയിൻ രേഖപ്പെടുത്താൻ വേണ്ടി ഫോറൻസിക് സംഘം അടക്കം എത്താൻ പോകുന്ന മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആ വാഹനം കത്തി നശിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ആ വാഹനത്തിന് തീയിട്ടു എന്നത് ഈ പറയുന്ന പോലീസിന് എതിരെ വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയരാൻ കാരണമായിട്ടുണ്ട്. പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള കോഴ വാങ്ങിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഇതിന്റെ പിറകിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഇതിന്റെ ഭാഗമായിട്ട് കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ മുൻവശത്ത് ഉണ്ടായത്. നമ്മൾ ഈ കാണുന്ന സ്ഥലം, ഇവിടെയായിരുന്നു ആ വാഹനം നിർത്തിയിട്ടിരുന്നത്. അതായത് അപകടം ഉണ്ടായതിനു ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം ഇവിടെ നിർത്തിയിടുന്നു. ഇവിടെ നിന്ന് പിന്നീട് ആ വാഹനത്തിന് തെളിവ് നശിപ്പിക്കപ്പെടുന്നത് പോലെ ആ വാഹനം നശിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ആ വാഹനം പൂർണ്ണമായി കത്തി നശിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു തീ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ആ ബ്ലഡ് സ്റ്റെയിനുകൾ ഇനി ലഭ്യമാകുക എന്നുള്ളത് എത്രമാത്രം സാങ്കേതികപരമായിട്ട് ലഭ്യമാകുന്നതാണ്, അതൊരു വെല്ലുവിളിയാകുമോ എന്നുള്ളതടക്കമുള്ള, അതായത് തെളിവ് ഇനി ഉണ്ടാകുമോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ CCTV ദൃശ്യങ്ങളടക്കം ഈ അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
പോലീസ് മൊഴിയെടുക്കാനേ വന്നിട്ടില്ല. 4-ന്റെ അന്ന് ഞാൻ പോലീസ് 3-ന്റെ അന്ന് എന്റെ അനിയത്തി മരിച്ച് 3-ന്റെ അന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി പോയി. ചെന്ന് ഞാൻ ചോദിച്ചു, ഞാൻ ഇതേ വേഷത്തിൽ തന്നെയാണ് ചെല്ലുന്നത്. ഞാൻ ചോദിച്ചു, സാറേ ഇതുവരെ പിടിച്ചില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല പിടിക്കാൻ പറ്റില്ല, നോട്ടീസ് ഇട്ടിരിക്കുകയാണ്. നാട്ടുകാർ പിടിച്ച് സാറിന്റെ കൈ കൊണ്ട് തന്ന പ്രതിയെ വിട്ടയച്ചിട്ട് അപ്പോഴെന്തൊക്കെ പറഞ്ഞു, ഒരു പ്രതിയെ പിടിച്ച് നാട്ടുകാർ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ അനിയത്തി അന്ന് മരിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് 24 മണിക്കൂറെ വെച്ചേക്കാം, അവൾ വിട്ടയച്ചേക്കുള്ളൂ. ഞാൻ ചോദിച്ചു, സാർ അപ്പോഴും ജാമ്യം കൊടുത്ത് വിട്ടപ്പോഴത്തേന് എന്തുകൊണ്ട് പ്രതിയെ എപ്പോഴും കിട്ടണമെന്ന് പറഞ്ഞിട്ടില്ല? പ്രതിയെ ഇങ്ങനെ കിടക്കുന്ന ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന രോഗി മരിച്ച പ്രതി കിട്ടണമെന്നുള്ള രീതിയിലല്ലേ സാർ? അതൊന്നും എനിക്കറിയണ്ട, എന്റെ ജോലിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ നിങ്ങളെ ജോലിയല്ല, ഈ കൊച്ചുങ്ങൾക്ക് നീതിയില്ലാതെ എന്തുകൊണ്ട് ഇത് കാണിച്ച്? എന്നിട്ട് മരിച്ചിന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വീട്ടിൽ മൊഴിയെടുക്കുന്നില്ല? മൊഴിയെടുക്കാൻ വേണ്ട കാര്യം എനിക്കില്ല. നിങ്ങളെ വീട്ടിലെ മൊഴിയെടുക്കാനും നിങ്ങളെ പിന്നെ ആളുകളെ സംരക്ഷിക്കലും അല്ല എന്റെ ജോലി, എനിക്കതിന് അവകാശമില്ല. അപ്പോഴും ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഈ പ്രതിയെ ഈ 3 ദിവസമായിട്ട് കാണുന്നില്ല എന്ന് പറയാൻ നോട്ടീസ് ഇടേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ആ സാറിന്റെ ഒക്കെ പറഞ്ഞു, എനിക്കിത് പരിഹരിക്കേണ്ടതല്ല എന്റെ ജോലി, എനിക്ക് വേറെയാണ് ജോലി. നിങ്ങൾ ആരോ തെറ്റിദ്ധരിച്ചാണ്, ഇവിടെ അങ്ങനെ ഒരു മരണം നടന്നിട്ടില്ല, നിങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ശരി പുറത്തിറങ്ങിയിരിക്കുക, പക്ഷെ നമ്മുടെ ഈ കൊച്ചുങ്ങളെയും തള്ളയും കൊണ്ട് ഇവിടെ വന്ന് ഇരിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് വൈകുന്നേരം വരെ വന്നില്ലെങ്കിൽ നമ്മൾ നാളെ നേരം വിളിക്കുമ്പോൾ ഇവിടെ വന്ന് ഇരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ SI എന്നെ വിരട്ടി താഴെ ആക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു, അങ്ങനെ വിരട്ടിൽ പോകണമല്ല ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മുറ്റത്തിറങ്ങി, നമുക്ക് വേറെ 1-2 പേരാ ഉണ്ടായിരുന്നു. അപ്പൊ മുറ്റത്തിറങ്ങി നിന്നപ്പോഴത്തേന് നമ്മൾ കാണാതെ പിന്നെ ജീപ്പ് കൊടുത്ത് ഇവിടെ വന്നു 1.5 മണിക്കൂർ ഇവിടെ വന്ന് സംസാരിച്ചു. പക്ഷെ ഇവര് സംസാരിച്ചതോ നമ്മൾ സംസാരിച്ചതോ അല്ല, അവര് മൊഴിയെടുത്ത് കൊണ്ടുപോയി രേഖപ്പെടുത്തിയത്. അവര് കൃത്യമായിട്ട് കിളിമാനൂർ സ്റ്റേഷനിലെ SIയും സർക്കിളും പൈസ മേടിച്ചു കൊണ്ടുള്ള മറിയാണ്. അത് ജീപ്പ് പിടിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ജീപ്പ് പിടിച്ചിട്ടിരിക്കുന്ന ഞാൻ ജീപ്പ് പിടിച്ചിട്ട് എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്ന? ജീപ്പ് മാത്രം. അപ്പൊ ജീപ്പ് കിട്ടിയപ്പോ ആളിനെ കിട്ടിയില്ലേ? അത് അവരുടെ ജീപ്പല്ല, വർക്ക്ഷോപ്പ് എന്നിട്ടാണ്. മോലാളി വേറെയാണ്. മോലാളി വേറെ ആ ജീപ്പ് ഓടിച്ച ആളാണെന്ന് സാറിന്റെ ഒക്കെ അവര് പറയണം. അത് അവരങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ തിരക്കുമ്പോ അവര് വർക്ക്ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കിട്ടിയ ഐഡന്റി കാർഡ് ആരൊക്കെയുള്ള ഒരു ഐഡന്റി കാർഡ് അതിൽ കിടന്നതാണെന്ന് ജീപ്പില്? ആരൊക്കെയുള്ള ഒരു ഐഡന്റി കാർഡ്? ഫയർ സർവീസിൽ ജോലിയുള്ള ആളിന്റെ ഐഡന്റി കാർഡ് ഏതെങ്കിലും ജീപ്പിൽ ഊരി എറിയുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അയാൾക്ക് അത് ജോലി ചെയ്യണമെങ്കിൽ ആ ഐഡന്റി കാർഡ് വേണം. അപ്പോഴും നമ്മളെ അറിവിൽ പോലീസിന്റെ ചിലപ്പോ ഈ വിവരമില്ലാത്ത അറിവിൽ അതുണ്ടായിരിക്കും, അവർ ഐഡന്റി കാർഡ് ഊരി തൂരെറിയുമെന്ന്. നമ്മളെ അറിവിൽ ഐഡന്റി കാർഡ് എന്ന് പറയുന്ന അവരുടെ ജീവിതമാർഗമാണ്, അവർ കളയത്തില്ല. നമുക്ക് ജീപ്പിന്റെ ഫ്രണ്ടിൽ നിന്ന് ഡ്രൈവർ സീറ്റിൽ നിന്ന് കിട്ടിയ ഐഡന്റി കാർഡാണ് നമ്മൾ പറയുന്നത്. ഈ വീഡിയോ എല്ലാം കാണിച്ചിട്ടും പോലീസ് അത് കാണാനോ ഒന്നിനും നിന്നില്ല. ഇത്രയും ദിവസമായി, ഇന്ന് 13ാമത്തെ ദിവസമാണ് എന്റെ അനിയൻ മരിക്കുന്നത്. അനിയൻ മരിക്കുമ്പോൾ മെഡിക്കൽ കോളേജ് ഞായറാഴ്ച മെഡിക്കൽ കോളേജ് കൊണ്ടു ചെന്നപ്പോൾ സ്റ്റിച്ചും എടുത്തിട്ട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അവന് ശ്വാസം മുട്ട് സഹിക്കാൻ വയ്യ, നെഞ്ചുവേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് ഒരു ചികിത്സ ചെയ്തില്ല. മെഡിക്കൽ കോളേജ് പോലീസും ഈ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും ഈ പോലീസും ഈ പ്രതിയുമായിട്ടുള്ള സംഭാഷണം അവരുടെ കൈക്കൂലിയുമാണ് അത്രയും ചെയ്തത്. ഒരു രോഗിയെ മെഡിക്കൽ കോളേജ് കൊണ്ടു ചെല്ലിട്ട് സർക്കാർ ആശുപത്രി, നമുക്ക് നിവർത്തിയില്ലെങ്കിൽ സർക്കാർ ആശുപത്രി കൊണ്ടു ചെല്ലുന്ന ആ ഡോക്ടർ ചികിത്സിച്ചില്ല. നമ്മൾ ഇവിടെ വന്നപ്പോൾ നെഞ്ചുവേദന സഹിക്കാൻ പോയി നമ്മൾ നിലമേ ആശുപത്രി കൊണ്ടുപോയി. നിലമേ സജീവ് ഡോക്ടറെ കൊണ്ട് കാണിച്ചോ പറഞ്ഞ് എക്സ്റേ എടുക്കാം. പിറ്റന്നുകൊണ്ട് എക്സ്റേ എടുക്കുമ്പോൾ 3 പൊട്ടലുണ്ട്, നടുവിനും പൊട്ടലുണ്ട്, നട്ടലിനും പൊട്ടൽ. അവന് കാലുകൊണ്ട് ഇഴിച്ചിരിക്കാനുള്ള ശേഷിയില്ലായിരുന്നു. അപ്പൊ നട്ടലിനും പൊട്ടലുണ്ട്, പിന്നെ 3 പൊട്ടൽ വാരിയലുണ്ട്. പിറ്റന്ന് സ്കാൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു, ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അപ്പോഴും സ്കാൻ ചെയ്ത് കാണിച്ചാൽ നാളെ പോയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ കയറുമ്പോഴാണ് മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഉപരോധനത്തിന് പോയപ്പോഴത്തേന് ഒരു പോലീസുകാരൻ വൃത്തികെട്ട ഭാഷ പറഞ്ഞിട്ട്, നമുക്ക് വെളി കേൾക്കാൻ കൊള്ളാത്ത ഭാഷ, നമ്മളെ ഫോട്ടോ എടുത്തപ്പോഴാണ് പറഞ്ഞ നമ്മള് ഏത് ഫോട്ടോ എടുത്താലും കുഴപ്പമില്ല, നമ്മളിത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയണം, നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ. നമ്മക്കുള്ള നീതി നമുക്ക് നോക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, നമുക്ക് നീതി ഇല്ലേ എന്ന് ചോദിച്ചപ്പോ ഒരു പോലീസുകാരൻ വൃത്തികെട്ട ഭാഷ പറഞ്ഞിട്ട് പോടി എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി പറയാൻ പണ്ടത്തെ കാലത്ത് പറയുമായിരിക്കും വിവരമില്ലാത്ത പോലീസ്, ഇന്നത്തെ കാലത്ത് പറയാൻ എന്ത് യോഗ്യതയുണ്ട്? ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു കേൾക്കാൻ വയ്യാത്ത വാക്ക് പറഞ്ഞ് പറയാൻ എന്ത് യോഗ്യതയുണ്ട്? അയാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ചേക്കാൻ യാതൊരു ഇതുമില്ല, പോലീസ് സ്റ്റേഷനിൽ വെച്ചേക്കാൻ പാടില്ല. അയാളെ ഈ CI SIയുടെയും ഇന്ന് വരെയുള്ള പിന്നെ അറ്റാക്ക് നടന്ന അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള പരിശോധിച്ചാൽ അവരുടെ മൊബൈൽ പരിശോധിച്ചാൽ അറിയാം അവരെ എത്ര പേര് വിളിച്ചെന്ന്, അവരെ എത്ര ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാണിക്കുന്ന എല്ലാവരും. ഇന്നലെ ഇവിടെ വന്ന ചിഞ്ചുറാണി എന്ന മന്ത്രി, അവരിന്ന് 14 ദിവസമായി ഇന്നലെ എന്റെ അനിയത്തി മരിച്ചിട്ട്. അവർ ഈ ചായക്കോട്ടാണ് താമസിക്കുന്നത്, നടന്നാലും ഇവിടെ വരാം. നമ്മൾ വരും എന്ന് പറയുന്നല്ല, അവർ വന്നില്ല. ഇന്നലെ ഇത്രയും പ്രശ്നങ്ങളായപ്പോ അവരും വന്നു. എല്ലാ രാഷ്ട്രീയക്കാരും ഇന്നലെ ഇവിടെ വന്നു. ഇന്നലെ വരെ ആ രാഷ്ട്രീയക്കാർ ആരും ഇവിടെ കയറിയിട്ടില്ല. ഒരു കൊച്ചിന്റെ ജീവന് വില
29 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ജീവന് വില അവർ ഇന്ന് വില കഴിപ്പിച്ചിട്ടില്ല. ഇന്നലെ നമ്മൾ പ്രതികരിച്ചതിന് 50 പേർക്ക് ഏറിയതിൽ അവർ കേസ് കൊടുത്തിരുന്നു. 50 പേരല്ല 1000 പേർക്ക് അവർ ഇനി കൊടുക്കേണ്ടി വരും. നമ്മളെ പ്രതി ചേർത്ത് നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പൊക്കോ, ഒരു പ്രശ്നവുമില്ല. നമ്മൾ പോവാൻ തന്നെയാണ്, നമുക്ക് മരിക്കാനും ഇനി മടിയില്ല, നമ്മൾ പോവും. പക്ഷെ നമ്മളെ 50 പേരായിരിക്കില്ല ചെല്ലുന്നത്. ഇന്നലെ 650 പേര് നമ്മളെ അറിവോടുണ്ടായിരുന്നു. പിന്നെ ഈ നാട്ടിലെ നാട്ടുകാരെല്ലാരും ഉണ്ടായിരുന്നു. അവരെ 50 പേരെ മാത്രം പേരിൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തോട്ടെ, നമുക്കൊരു വിഷമവുമില്ല. അവരെ അറസ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു വിഷമമല്ല. നമ്മളെ ഈ കുട്ടികളെ ജീവന്റെ കൂടുതലല്ല നമുക്ക്. നമ്മൾ വളർത്തി ഇത്രയാക്കിയ കുട്ടികളെ രണ്ടെണ്ണത്തിനെയും അവന്റെ കുഞ്ഞമ്മ വളർത്തി വിട്ടതാണ്. അവൻ അച്ഛനും അമ്മയും ഇല്ല, അവരിനി ഒരു ആശ്രയം ആരുമില്ല. അവന് 2 ചേട്ടന്മാരും, ഒരു ചേട്ടന് സുഖമില്ലാത്തതാണ്. ഈ ഒരു ചേട്ടന്റെ സംരക്ഷണയാണ് ഉള്ളത്. ആ കുട്ടികളെ കൂടെ അവർക്ക് വളർത്താൻ പറ്റില്ല, നമ്മളെ കൊണ്ട് പറ്റില്ല. അവർക്ക് നീതി കിട്ടിയില്ല. ഒരു പക്ഷേ ഈ തള്ളയും ഈ 2 കൊച്ചുങ്ങളും ആയിരിക്കും. ഈ മാമനെന്ന് പറയുന്നത് എന്ന് ഇവിടെ ഇരിക്കാക്കൂല. ഈ കൊച്ചുങ്ങൾക്ക് ഭക്ഷണം കഴിക്കണേ അവൻ ഇറങ്ങി പോയേക്കുള്ളൂ. പോയിട്ട് വരുമ്പോ ജീവിക്കാൻ നിവർത്തിയില്ലാതെ ആത്മഹത്യ ചെയ്ത ഇതേ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊണ്ടുവെക്കും. ജഡ അവിടെ ചെന്നിട്ടേ അറിയുള്ളൂ. ഇവിടെ നിന്ന് എടുക്കുന്ന നേരെ പോലീസ് സ്റ്റേഷനിലായിരിക്കും, പോസ്റ്റ്മോർട്ടത്തിനായിരിക്കില്ല. ആ പോലീസും സർക്കിളും എസ് അത് തിന്ന് കാണിക്കണം. നമ്മൾക്ക് തിന്ന് കാണിക്കണം ആ തള്ളയും കൊച്ചുങ്ങളെ. അവർ ആത്മഹത്യയുടെ വക്കിലാണ് ഇന്ന്. അവരെ കൊണ്ട് ജീവിക്കാൻ നിവർത്തിയില്ല. അവർ അൾസർ വന്ന് പൊട്ടി കഴിഞ്ഞ കൊല്ലം അവർ മരിച്ചുപോയ സ്ത്രീയാണ്. അവരെങ്ങനെ ഈ കുട്ടികളെ വളർത്തും എന്ന് വെച്ചാൽ ഇവർ നീതി തന്നാ വളർത്തൂലെന്നല്ല. നീതി നമുക്ക് വേണം. നീതി ഈ കുട്ടികൾക്ക് നീതി വേണം. നീതി ഇല്ലാത്ത ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു സർക്കിള്, ഒരു SI എന്തിനിത് ഒളിക്കുന്നു? അല്ലെങ്കിൽ മോലോട്ടുള്ളവർ എന്തിനു വിളിക്കുന്നു? അവരെ ബന്ധുവല്ലല്ലേ. ഇത് കൊണ്ടുവന്ന് ഇടിച്ചിട്ട് അവർ ആ സ്പോട്ടിൽ എന്തുകൊണ്ട് രക്ഷപ്പെടുത്തിയില്ല? അപകടം എല്ലാവരുടെ കയ്യിൽ നിന്നും വരും. ഇന്ന് ഞാൻ വണ്ടി ഓടിച്ചു പോയാൽ എന്റെ കയ്യിൽ നിന്നും വരും ഒരു അപകടം. ഞാൻ നിർത്തിയിട്ട് അപ്പോഴാ സ്പോട്ടിൽ ആ കൊച്ചിനെ രക്ഷിക്കുകയാണ് വേണം. അല്ല റിവേഴ്സ് എടുത്തൊന്നും അതിന്റെ നെഞ്ചു കയറ്റല്ല. ആ മരിച്ച കൊച്ചോ അവന്റെ ഭർത്താവോ നാട്ടുകാർക്ക് യാതൊരു ശല്യവുമില്ല. ഈ വൈരാഗ്യം അവരൊക്കെ കാണിക്കുക. അവൻ വെള്ളം അടിച്ച് വരണവനല്ല, അവൻ മദ്യപിക്കുന്ന ആളല്ല, അവൻ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് വരണവനാണ്. ഇവന്തുകൊണ്ട് ഇവര് വെള്ളം അടിച്ചു പോലും ഇല്ല പോലും. അല്ലെങ്കിൽ അവര് മറ്റൊരാളിനെ ഇടിക്കാൻ ചെന്നാണ് ആള് മാറിപ്പോയി ഇടിച്ചെന്ന് വെച്ചോ, അവർ ആ സ്പോട്ടിൽ രക്ഷിക്കാണ്ട് അവരെ ജീവന് വിലയില്ലേ? ഈ ഇരിക്കുന്ന സർക്കിളിന് SIക്ക് മക്കളില്ലേ? അവർക്കാണ് ഇങ്ങനെ ഒന്ന് വന്നിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? അവർ അന്നേരം ഈ കേസ് ഒളിച്ചു വെക്കുമായിരുന്നു ഇടിച്ചവരെ. അവരൊക്കെ കൊണ്ട് മക്കള് ഈ വിധിച്ചു നിൽക്കുന്ന ഭഗവാന്റെ മുമ്പ് അവരൊക്കെ ഒളിക്കാൻ പറ്റൂല. അവരെ മക്കളും ഇതുപോലെ വീട് കാണണേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇടിച്ചോന്റെ ആയിരുന്നാലും ഈ ഒളിക്കുന്ന സർക്കിളിന്റെ SIയുടെ ആയിരുന്നാലും അവരെയും മക്കൾ ഇതുപോലെ കാണണേ എന്ന് നമ്മൾ അവന്റെ മുമ്പ് വന്നാലേ അവനൊക്കെ അറിയുള്ളൂ. ഇതിന്റെ ദുഃഖം എന്തെന്ന് ആ ദുഃഖം അറിയണമെങ്കിൽ അവന്റെ മുമ്പേ ഇതുപോലെ വരണം. നമുക്ക് നീതിയില്ലെങ്കിൽ നമ്മൾ ഇനിയും പോകും. നമ്മളെ അറസ്റ്റ് ചെയ്ത മുന്നോട്ട് ഒരു രക്ഷയില്ല. കോടതി അറസ്റ്റ് ചെയ്യാനല്ലേ ഒക്കുള്ളൂ. നമ്മളെ തൂക്കിക്കൊല്ലൂലല്ലേ? തൂക്കിക്കൊന്ന അതിനും നമ്മളെ ജീവൻ നഷ്ടപ്പെടാനും നമ്മൾ തയ്യാറ് തന്നെയാണ്. നമുക്ക് നീതി, നമ്മളെ കൊച്ചുങ്ങൾക്ക് നീതി മാത്രം മതി. അത്രേ എനിക്ക് പറയാം. അതായത് ഒരു റോഡ് അപകടം ഉണ്ടായി അതിന്റെ പേരിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ 2 ഭാഗത്തിന്റെയും മൊഴി എടുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഒരു മൊഴി എടുക്കാൻ എന്തുകൊണ്ട് വൈകുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് തങ്ങളുടെ ജോലിയല്ല എന്ന് വിശദീകരണം കൊടുക്കുന്ന പോലീസുകാർ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഒരു ജോലി, എന്തിനാണ് പോലീസുകാരെന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് ഈ ബന്ധുക്കളൊക്കെ ചോദിക്കുന്നത്. ഉത്തരം പറയേണ്ടുന്നത് ഇവിടുത്തെ സർക്കാർ തന്നെയാണ്.